എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ഈ അനന്തമായ പ്രപഞ്ചത്തിന്റെ ആഴങ്ങളിലേക്ക്. അവിടെ നിന്ന് തുടങ്ങി ഈ മഹാവിശാലതയിൽ നമുക്കോരോരുത്തർക്കും എന്ത് സ്ഥാനമാണുള്ളത് എന്ന് കണ്ടെത്താനുള്ളൊരു യാത്ര. ഒരു പ്ലാനറ്റേറിയം ഷോ കണ്ടിറങ്ങുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഈ വിവരണം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ റെഡിയല്ലേ? നമുക്കൊരുമിച്ച് ഈ അത്ഭുത ലോകത്തേക്കൊന്ന് പോയി വരാം. മനുഷ്യനെ ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ഈ മഹാപ്രപഞ്ചം, അല്ലേ? ഈ ഒരു ചിന്തയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ തല ഉയർത്തി നോക്കുമ്പോൾ കാണുന്ന ആകാശത്തിനും എത്രയോ അപ്പുറത്ത് നമ്മുടെ ചിന്തകൾക്ക് പോലും പിടികിട്ടാത്ത ഭാവനകൾക്ക് അതീതമായ എന്തൊരു ലോകമാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ ഘട്ടം ഇതാണ്. ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം, നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റാത്ത ആ വലിപ്പത്തെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്ര ചെറുതാണെന്ന് തിരിച്ചറിയാൻ പോകുന്ന ഒരു നിമിഷം കൂടിയാണിത്. ഒന്ന് കണ്ണടച്ചാലോചിച്ച് നോക്കൂ, ഒരറ്റവും കാണാതെ ഇങ്ങനെ പരന്നു കിടക്കുന്ന ഗാലക്സികൾ. നമ്മുടെ സ്വന്തം വീടായ ആകാശഗംഗയില്ലേ, അതുപോലത്തെ കോടാനുകോടി ഗാലക്സികൾ. ഓരോ ഗാലക്സിയും ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുള്ള ഓരോ ലോകങ്ങളാണെന്ന് ഓർക്കണം. എന്തൊരു കാഴ്ചയായിരിക്കും അത്. അപ്പോൾ ഈ ദൂരമൊക്കെ എങ്ങനെയാ നമ്മൾ അളക്കുക? കിലോമീറ്ററോ മൈലോ ഒന്നുമിവിടെ ഏശില്ല. അതിനൊക്കെ എത്രയോ മുകളിലാണ് കാര്യങ്ങൾ. ഒരു ഉദാഹരണം പറയാം. സൂര്യനിൽ നിന്നുള്ള വെട്ടം നമ്മുടെ ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റ് വേണം, അല്ലേ? അപ്പോൾ ഈ വെട്ടം ഒരു വർഷം മുഴുവൻ ഇങ്ങനെ നിർത്താതെ സഞ്ചരിച്ചാലോ? ആ ദൂരത്തിനെയാണ് നമ്മളൊരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അങ്ങനത്തെ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറത്താണ് ഈ ഗാലക്സികളൊക്കെ കിടക്കുന്നത്. ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു വലിപ്പം. അപ്പോൾ ഈ മഹാപ്രപഞ്ചത്തിലെ എന്തൊക്കെയുണ്ട് ഒന്ന് നോക്കിയാലോ? കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രലോകങ്ങൾ, എണ്ണിയാൽ തീരാത്തത്ര ഗ്രഹങ്ങൾ, അവയുടെ ഉപഗ്രഹങ്ങൾ, പിന്നെ നമുക്കെല്ലാവർക്കും വെളിച്ചവും ചൂടും തരുന്ന നമ്മുടെ സ്വന്തം സൂര്യൻ. അങ്ങനെ പോയി ഒടുവിൽ ഈ അനന്തമായ വിശാലതയിൽ ഒരു കുഞ്ഞു നീലപ്പൊട്ടുപോലെ നമ്മുടെ വീട്, നമ്മുടെ ഭൂമി. പക്ഷേ ഇത്രയും വലിയൊരു ലോകമെന്ന് പറയുമ്പോൾ എല്ലാം വെറുതെ അലക്ഷ്യമായി ചിതറിക്കിടക്കുകയാണെന്ന് വിചാരിക്കരുത്. അല്ല, അങ്ങനെയല്ല. ഇതിനെല്ലാം കൃത്യമായൊരു താളമുണ്ട്, ഒരു ഓർഡറുണ്ട്. നമുക്ക് ആ അത്ഭുതകരമായ ക്രമത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ക്യാൻവാസിൽ നിന്ന് നമ്മൾ പതിയെ സൂമിൻ ചെയ്തു വരുന്നത് പോലെയാണ്. നോക്കൂ, ആദ്യം ആകാശഗംഗ എന്ന നമ്മുടെ ഗാലക്സി, അതിൽ നിന്ന് നമ്മൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് വരുന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക്, ഭൂമിയിലേക്ക്. അപ്പോ എന്താണ് ഈ സൗരയൂഥം? ഇത് വെറുതെ കുറേ ഗ്രഹങ്ങളുടെ ഒരു കൂട്ടമല്ല കേട്ടോ. അതിനേക്കാളും ഉപരി പരസ്പരം ബന്ധങ്ങളുള്ളൊരു വലിയ കുടുംബം പോലെയാണിത്. ഓരോ ഗ്രഹവും ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു ഇഞ്ചു പോലും വഴിതെറ്റാതെ പരസ്പരം കൂട്ടിയിടിക്കാതെ ഒരു നൃത്തം ചെയ്യുന്നതുപോലെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, എന്തൊരു കൃത്യതയാണിതിനെല്ലാം. പ്രപഞ്ചത്തിലെ ഈ അത്ഭുതകരമായ ചലനങ്ങളെയും കൃത്യതയുമൊക്കെ ഒരു ദിവ്യമായ ക്രമീകരണമായി കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാക്യമാണിത്. ഓരോന്നും കൃത്യമായ ഒരു നിയമം പോലെ അതിൻ്റേതായ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ശരി, ഇനി നമ്മുടെ യാത്ര ഈ പ്രപഞ്ചത്തിലെ ഒരു പക്ഷേ ഏറ്റവും സവിശേഷമായൊരിടത്തേക്ക്, ജീവൻ തുടിക്കുന്ന, നമുക്കായി ഒരുക്കിയെടുത്ത നമ്മുടെ സ്വന്തം വീട്ടിലേക്ക്. അതെ, നമ്മുടെ ഭൂമിയിലേക്ക്. എന്തൊരു ചോദ്യമാണതല്ലേ! ഇത് നമ്മളെല്ലാവരും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്തൊരു അത്ഭുതമാണിത്! ഇതിലെ ഈ സൃഷ്ടിവൈഭവത്തെ നമ്മൾ ശരിക്കും അംഗീകരിക്കുന്നുണ്ടോ? അതോ ഇതൊക്കെ അങ്ങ് കണ്ടില്ലെന്നടിക്കുകയാണോ? ഈ ഭൂമിയെ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് നോക്കൂ. പരന്നുകിടക്കുന്ന സമുദ്രങ്ങൾ, നമുക്ക് ശ്വാസം തരുന്ന പച്ചപ്പ് നിറഞ്ഞ കാടുകൾ, പിന്നെ വിഷാദമായ മരുഭൂമികൾ, ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന പർവ്വതങ്ങൾ, എല്ലാത്തിനു മുകളിലായി നമ്മളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഈ ആകാശം. എല്ലാം ഒന്നിനൊന്നു മെച്ചം, ഒരനുഗ്രഹം പോലെ തന്നെ. കണ്ടില്ലേ, ആ സുരക്ഷിതമായ ആകാശത്തെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭൂമിയെ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഒരു മേൽക്കൂര പോലെയാണ് നമ്മുടെ അന്തരീക്ഷം. എന്നിട്ടും ഇതിലൊക്കെയുള്ള ദൃഷ്ടാന്തങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചത്തിലെ കൃത്യനിഷ്ഠയുള്ള ചലനങ്ങൾ വെറുമൊരു കാഴ്ച മാത്രമല്ല, അത് നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ താളം കൂടിയാണ് തീരുമാനിക്കുന്നത്. അതെ, ഞാൻ പറയുന്നത് സമയത്തെക്കുറിച്ചാണ്. സമയത്തിന്റെ താളം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബേസിക്കായ താളമേതാണ്? രാവും പകലും, അല്ലേ? ഭൂമി സ്വയം കറങ്ങുന്നതുകൊണ്ടാണ് നമുക്ക് രാവും പകലും കിട്ടുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, വിശ്രമിക്കാൻ അനുഗ്രഹീതമായൊരു രാത്രിയും ഉണർന്നിരുന്ന് പ്രവർത്തിക്കാൻ അനുഗ്രഹീതമായൊരു പകലും. എത്ര ലളിതവും മനോഹരവുമായൊരു ക്രമീകരണമാണിത്. സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും,
ചന്ദ്രന്റെ ഓരോ ഘട്ടങ്ങളും ഇതെല്ലാമാണ് നമ്മുടെ നിമിഷങ്ങളെയും ദിവസങ്ങളെയും ഋതുക്കളെയും നമ്മുടെ ജീവിതത്തെ തന്നെ അടയാളപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ഓരോ നിമിഷവും ഈ വലിയ പ്രപഞ്ചതാളവുമായി കെട്ടുപിണഞ്ഞാണ് കിടക്കുന്നത്. ഈ ആകാശഘടികാരത്തിന്റെ കൃത്യതയെയും വിശ്വസനീയതയെയും കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ചന്ദ്രനെ എത്തിപ്പിടിക്കാൻ സൂര്യന് സാധ്യമാകില്ല. രാത്രിക്ക് പകലിനെ മറികടക്കാനും പറ്റില്ല. എല്ലാം അതിന്റെ കൃത്യമായ വഴിയിലൂടെ നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ഒരിഞ്ചുപോലും തെറ്റാതെ, കോടിക്കണക്കിന് വർഷങ്ങളായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ വിവരണത്തിന്റെ ഏറ്റവും ആഴത്തിലുള്ള, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. അതൊരു വൈരുദ്ധ്യമാണ്. മനുഷ്യന്റെ ഭൗതികമായ നിസ്സാരതയും അതേസമയം അവന് നൽകപ്പെട്ട ആത്മീയമായ പ്രാധാന്യവും തമ്മിലുള്ള ഒരു വലിയ വൈരുദ്ധ്യം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയ ആ വലിയ ക്യാൻവാസിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എണ്ണിയാൽ തീരാത്ത നക്ഷത്രങ്ങളും ഗാലക്സികളുമൊക്കെ നിറഞ്ഞ ആ അതിശയിപ്പിക്കുന്ന അനന്തമായ വിശാലതയിലേക്ക്. അവിടെ ആ മഹാപ്രപഞ്ചത്തിന്റെ വലുപ്പവുമായി താരതമ്യം ചെയ്താൽ മനുഷ്യൻ വെറുമൊരു ചെറിയ പൊട്ടുമാത്രമാണ്. ഈ യാഥാർത്ഥ്യം നമ്മളെ ശരിക്കും വിനയമുള്ളവരാക്കും. ഈ ആശയം മനസ്സിലാക്കാൻ ഇതിലും നല്ലൊരു ഉപമ വേറെയില്ല. ഒരു പെരുമഴ പെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. അതിലെ ഒരൊറ്റ കുഞ്ഞുതുള്ളി, അത്രയുള്ളൂ നമ്മൾ. അതെ, നമ്മൾ അത്ര ചെറുതാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അവിടെയാണ് ആ വലിയ ട്വിസ്റ്റ് വരുന്നത്. ഭൗതികമായി ഇത്ര ചെറുതാണെങ്കിലും ആദം സന്തതികളെ പ്രത്യേകം ആദരിച്ചിരിക്കുന്നു. സൃഷ്ടികളിൽ പലതിനേക്കാളും അവർക്ക് ഔന്നത്യം നൽകിയിരിക്കുന്നു എന്നാണ് ഈ വാക്യം പറയുന്നത്. അപ്പോൾ ഈ വിവരണത്തിന്റെ കാതൽ ഈ രണ്ട് ആശയങ്ങളാണ്. ഒരു വശത്ത് ഈ പ്രപഞ്ചത്തിൽ നമ്മളൊരു ചെറിയ പൊട്ടു മാത്രമാണെന്ന തിരിച്ചറിവ്, അത് നമുക്ക് വിനയം തരുന്നു. മറുവശത്ത് ആ ചെറുപ്പത്തിലും നമ്മൾ ആദരിക്കപ്പെട്ടവരാണ്, ഭൂമിയിലെ ദൈവത്തിന്റെ പ്രതിനിധികളാണ് എന്ന ചിന്ത, അത് നമുക്കൊരു ഔന്നത്യവും ഉത്തരവാദിത്തബോധവും നൽകുന്നു. ഈ ഒരു ചോദ്യത്തോടെ നമുക്കിന്നത്തെ ഈ വിവരണം അവസാനിപ്പിക്കാം. ഈ വലിയ പ്രപഞ്ചത്തിൽ നിങ്ങളുടെ സ്ഥാനത്തെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? ഒരേ സമയം ഈ മഹാവിശാലതയിലെ ഒരു കുഞ്ഞുപുട്ടും അതേസമയം ഏറ്റവും ആദരിക്കപ്പെട്ട ഒരു സൃഷ്ടിയുമാണെന്ന ഈ തിരിച്ചറിവ് നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയ ദിശാബോധം നൽകട്ടെ.